മധുവിധു ആഘോഷിക്കാൻ മേഘാലയയിലെത്തിയ ദമ്പതികൾ സോനവും രാജ രഘുവംശിയും ഒന്നിച്ചൊരു ജീവിതം ആസ്വദിച്ചു തുടങ്ങിയ പുതുമോടികളുടെ സ്വപ്നങ്ങളാണ് ചവിട്ടിയരക്കപ്പെട്ടത്. ചിറാപുഞ്ചിക്കടുത്ത് ഒരു മലയിടുക്കിൽ നിന്ന് വികൃതമായ നിലയിൽ രാജയുടെ മൃതദേഹം കിട്ടി. മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതശരീരം. സോനത്തിനെ ഇപ്പോഴും കാണാനില്ല. ദുരൂഹത തുടരുകയാണ്. മേഘാലയയിൽ ഇൻഡോർ ദമ്പതികളുടെ ഹണിമൂൺ എങ്ങനെ ദുരന്തമായി മാറി? മെയ് 11 വിവാഹിതരായ രാജയും സോനുവും മധുവിധു ആഘോഷിക്കാൻ മെയ് 20 ഗുവാഹത്തിയിലേക്ക് പോയത്. മെയ് 22 അവർ ഷില്ലോങ് നഗരത്തിൽ നിന്ന് ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്തു. അന്നേ ദിവസം മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ നോൺഗ്രിയത് ഗ്രാമത്തിലുള്ള ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ, അതായത് മെയ് 23 അവർ ഹോം സ്റ്റേയിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിറങ്ങി. അന്ന് ചിറാപുഞ്ചിയിലെത്തിയ ദമ്പതികൾ വീട്ടിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഒരു വിവരവുമില്ല. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതാവാമെന്ന സംശയം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. പ്രദേശത്തെ ഹോട്ടൽ ജീവനക്കാർക്കും ഗൈഡുകൾക്കും ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർക്കും പങ്കുണ്ടാവാമെന്ന സംശയവും കുടുംബം പറഞ്ഞിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന വ്യക്തമായ സൂചനകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. മെയ് 24 ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സോറയിലേക്കുള്ള റോഡ് അരികിലെ ഒരു കഫേക്ക് പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ അവരുടെ സ്കൂട്ടർ കണ്ടെത്തി. അന്വേഷണത്തിൽ നോൺഗ്രിയാത് ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ഒരു മലയിടുക്കിൽ നിന്നാണ് രാജ രഘുവംശിയുടെ മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു വടിവാളും ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയതായി പോലീസ് വെളിപ്പെടുത്തി. വലത് കൈയിലെ രാജ എന്ന ടാറ്റുവിൽ നിന്നാണ് സഹോദരൻ വിപിൻ രഘുവംശി മൃതദേഹം രാജയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു സ്ത്രീയുടെ വെള്ള ഷർട്ട്, മരുന്നിന്റെ ഒരു സ്ട്രിപ്പ്, മൊബൈൽ ഫോണിന്റെ LCD സ്ക്രീനിന്റെ ഒരു ഭാഗം, ഒരു സ്മാർട്ട് വാച്ച് എന്നിവയും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF ഉൾപ്പെടെയുള്ള വിവിധ സംഘങ്ങൾ സോനത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അപകടകരമായ ഭൂപ്രദേശങ്ങളിലും ഇടതൂർന്ന വനങ്ങളിലും മലയിടുക്കുകളിലുമെല്ലാം ഡ്രോണുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ തുടർച്ചയായ മഴയും ദുഷ്കരമായ ഭൂഭാഗവും തിരച്ചിലിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാണാതാവുന്നതിന് തൊട്ടുമുൻപ് സോനം രാജയുടെ അമ്മയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. വനപ്രദേശത്ത് ട്രക്കിംഗ് നടത്തുന്നതിനിടെ സോനവും അമ്മായിയമ്മയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുമുണ്ട്. ക്ലിപ്പിൽ നമ്മളിപ്പോൾ കയറുകയാണ്, പിന്നീട് സംസാരിക്കാമെന്ന് സോനം പറയുന്നത് കേൾക്കാം. ഇന്ന് ഉപവാസമല്ലേ എന്ന് അമ്മായിയമ്മ ചോദിക്കുന്നു. അതേ എന്നും ഈ യാത്രയ്ക്കായി ഉപവാസം ഉപേക്ഷിക്കില്ല എന്നും സോനം മറുപടിയും പറയുന്നുണ്ട്. കുത്തനെയുള്ള ഭൂപ്രദേശത്തെക്കുറിച്ചും മോശം കാലാവസ്ഥയെക്കുറിച്ചും സോനം അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് സംഭാഷണം തുടർന്നു. നമ്മളൊരു ഇടതൂർന്ന വനത്തിലാണ്, ഇവിടെ ഒന്നും ലഭ്യമല്ല. താൻ രാജയോട് പോകരുതെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കേൾക്കുന്നില്ല. താൻ ക്ഷീണിതയാണ്, ഇവിടുത്തെ ഭക്ഷണവും നല്ലതല്ല, നടക്കുമ്പോൾ ശ്വസിക്കാൻ പ്രയാസമാണ്, സോനം പറഞ്ഞു. മറ്റൊരു ക്ലിപ്പിൽ രാജ തന്റെ അമ്മയോട് സംസാരിക്കുന്നത് കേൾക്കാം. ശബ്ദ സന്ദേശവും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ്. ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന് കുടുംബം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സോനത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും കുടുംബം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം മേഘാലയയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വീണ്ടും വഴിതെളിച്ചിരിക്കുകയാണ്. സമീപ മാസങ്ങളിൽ ജില്ലയിൽ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത്. ഈ വർഷം ഏപ്രിലിൽ ഒരു ഹംഗേറിയൻ യാത്രികൻ പുസ്കാസ് സോൾട്ട് സമാനമായ സാഹചര്യത്തിൽ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാർച്ച് 29 പുലർച്ചെ 3:45 ഷില്ലോങ്ങിലെ ഒരു ഹോട്ടലിൽ സോൾട്ട് മുറിയെടുത്തിരുന്നു. അതേ ദിവസം തന്നെ രാവിലെ 9 മണിയോടെ അദ്ദേഹം ഒരു ടാക്സിയിൽ സോറ പ്രദേശത്തേക്ക് പോയതായിരുന്നു. ശേഷം കാണാതെയായി. 12 ദിവസത്തിനു ശേഷം റാംദൈറ്റ് ഗ്രാമത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. മേഘാലയ പ്രകൃതി രമണീയമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളിൽ ഭയവും ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. അടുത്തടുത്ത് നടന്ന ഈ 2 സംഭവങ്ങളും ടൂറിസ്റ്റുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അധികാരികളുടെ ശ്രദ്ധ വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ഉണ്ടാവണം. ഈ ദാരുണ സംഭവങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും കണ്ടുപിടിക്കണം. ലഭ്യമായ തെളിവുകളും സാഹചര്യങ്ങളും പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. സോനം, അവൾക്ക് എന്താണ് സംഭവിച്ചത്? മൺസൂണിൽ മഴ പെയ്യുന്ന മലനിരകൾ കാണാൻ മേഘാലയയിലേക്ക് വണ്ടി കയറുന്നവരുടെ മനസ്സിൽ ഈ അനുഭവകഥ നൊമ്പരപ്പെടുത്തുന്ന ജാഗ്രതയാണ്.